വെള്ളത്തിലൂടെ ഈ ചെടി വളർത്തിയെടുക്കുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ ഇതിനകത്ത് ഒരു 5 വെറൈറ്റി ലീവ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് NFT ടെക്നിക്കാണ്, ന്യൂട്രിയൻ ഫിലിം ടെക്നിക്. കൂടുതലും ഫോറിനേഴ്സ് ഒക്കെയാണ് നമ്മുടെ നിന്ന് വാങ്ങുന്നത്. നമ്മുടെ ഫാമിലി ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്. ഇതൊരു 1200 സ്ക്വയർ ഫീറ്റിനകത്താണ് ഇതുള്ളത്. ഇത് ഫുള്ള് LED അസിസ്റ്റഡ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ ലെറ്റ്യൂസ്, ബട്ടർ ഹെഡ്, കെയിൽ, റോക്ക ലീഫ്, സിസ്റ്റാർഡ് 5 വെറൈറ്റിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഗ്രോ ലൈറ്റ് അസിസ്റ്റഡ് ആണ്. ഗ്രോ ലൈറ്റ് സൺലൈറ്റിൻ്റെ അതേ പ്രകാശമാണ് കിട്ടുന്നത്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മെയിൻലി ഫുള്ളായിട്ട് സലാഡ് ലീവ്സ് ആണ്. വിറ്റാമിൻസ്, ന്യൂട്രീഷൻസ്, ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇതായിരിക്കും ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ലീവ്സ്. പിന്നെ പുറത്തും ചെയ്യാൻ പറ്റും, അകത്തും ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലീവ്സിൻ്റെ എല്ലാം ക്വാളിറ്റി അതിൻ്റേതായ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ഹൈഡ്രോപോണിക്സ് ചെയ്യുമ്പോൾ. വെളിയിലാണെങ്കിൽ നമ്മൾ കീടങ്ങളെ ഇത് ചെയ്യണം, അതെല്ലാം ചെയ്യണം. ഇവിടെ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം നല്ല നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ന്യൂട്രീഷൻസ് ടാങ്കിൽ നിന്ന് കൊടുക്കും. ടാങ്കിൽ നിന്ന് ഇതിനകത്തൊരു ന്യൂട്രീഷൻസ് ഒരു ഫിലിം പോലെയാണ് കാണുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ചെടി എടുത്തോളൂ. ഈ സ്ട്രക്ചർ ഫുള്ള് ഇതാണ്, ഇരുമ്പാണ്. ബാക്കി ഇത് ഫുള്ള് NFT ആണ്. ഈ NFT ടെക്നിക്കിലാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഈ പ്ലാന്റ്സ് അല്ല ഇതെല്ലാം എങ്ങനെയാണ് നടുന്നതും കാര്യങ്ങളല്ലോ? ഇതെല്ലാം നടുന്നത് ഒയാസിസിനകത്താണ്. ഒയാസിനകത്ത് നമ്മൾ സീഡ് ജെർമിനേറ്റ് ചെയ്ത് 14 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നെറ്റ് പോഡിനകത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷമാണ് വളരുന്നത്. ഈ ഒരു സെറ്റപ്പ് നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആവുന്നല്ലേ? ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. ഇതിനകത്ത് ഫുള്ള് ചെയ്തേക്കുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. നമുക്ക് ഇവിടെയും കിട്ടും ആ ലൈറ്റ്സ്, ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഓക്കെ, നമുക്ക് ഹൈഡ്രോപോണിക്സിന്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറയാം? ഹൈഡ്രോപോണിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് എല്ലാ സീസണിലും നമുക്ക് ഇതിൽ നിന്ന് കൾട്ടിവേഷൻ കിട്ടും. എല്ലാ സീസണിലും നമുക്ക് ഇത് ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ചൂടായാലും തണുപ്പായാലും നമുക്ക് ഇതിനകത്തുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഏത് സീസണിലും ഇത് വളർത്താൻ പറ്റും. ഇത് ക്രിസ്റ്റൽ ലെറ്റ്യൂസ് ആണ്. ക്രിസ്റ്റൽ ലെറ്റ്യൂസ് ഇതെല്ലാം ബർഗറിനകത്തും നമ്മൾ സലാഡായിട്ടും എല്ലാം കഴിക്കുന്നതാണ്. ഇത് ബട്ടർ ഹെഡ് ആണ്. ഇതും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റോക്ക ലീഫാണ്. ഇത് പൊതുവേ വെളിയിൽ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇത് ഈ ബിരിയാണി, മന്തി അതിനോടെല്ലാം കഴിക്കുന്നതാണ്. അരകുള ലീവ്സ് എന്നും പറയും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ റെഡ് ലെറ്റ്യൂസ് ആണ്. ഇത് നമ്മൾ എത്ര നാൾ നിർത്തിയിരിക്കോ ലൈറ്റിന്റെ പ്രകാശം കൊണ്ട് നല്ല റെഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് കെയിൽ ലീഫാണ്. കെയിൽ ലീഫ് കണ്ണിനെല്ലാം വളരെ നല്ല ലീഫാണ്. ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്യൂ. കട്ട് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് അങ്ങനെ കൊടുക്കില്ല. ഫ്രഷ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഫ്രഷ് ആയിട്ട് ഇത് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഓക്കെ, നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ആണ് ഇതിനകത്ത് മൊത്തത്തിൽ ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്തത്. അതെ, ഈ ഒരു 21 ഡിഗ്രി ടെമ്പറേച്ചറിന് താഴെയാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഓക്കെ. നമുക്ക് ഈ കാണുന്ന ബാക്കി സെക്ഷനിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനിയും ചെയ്യാൻ വേണ്ടിയുള്ള ബാക്കി സെക്ഷനിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇവിടെ സെയിലും കാര്യങ്ങളെല്ലാം പ്രോഗ്രസ് ആവുന്ന അനുസരിച്ച് ബാക്കി ഫുൾ ആവും. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്നുള്ളതാണ് നമുക്ക് ഇത്ര ഇതിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് വൺസ് ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ? വളങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് എല്ലാം നമ്മൾ വെളിയിൽ ഒരു ടാങ്കിലാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം എപ്സം സാൾട്ട് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്തൂടെ കടത്തിയോട് മാത്രമേ ഉള്ളൂ വെള്ളം. അപ്പോൾ ചെടിക്ക് ആവശ്യമുള്ളത് അത് എടുത്തിട്ട് ബാക്കി തിരിച്ചാ ടാങ്കിനകത്ത് തന്നെ പോകും. അപ്പോൾ നമുക്ക് അവിടെ വെള്ളത്തിന്റെ ലഭ്യതയും കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഫുൾ ഒരു ഓർഗാനിക് ഓർഗാനിക് ആണ്. ഇതിൽ വേറെ ഫോയിലർ സ്പ്രേസോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിപ്പം ബൈ ഹാൻഡ് പറിച്ച് കഴിക്കാം. ഓക്കെ, നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹൈഡ്രോപോണിക്സ് കേരളത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതിലും അല്ലെങ്കിൽ തന്നെ കേരളത്തിലുള്ളതിൽ വെച്ച് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻഡോർ ഇതാണ്.